കാട്ടാനകൾ ജനവാസ മേഖലയിൽ ഇറങ്ങുന്നത് തടയാൻ പുതിയ വഴികൾ തേടുകയാണ് വനം വകുപ്പ്. ലോക വനദിനത്തോടനുബന്ധിച്ച് ജനവാസ മേഖലയിലെ ഈറ്റക്കാടുകൾ വനമേഖലയിലേക്ക് മാറ്റി നടന്ന പ്രവർത്തനങ്ങൾക്ക് വനപാലകർ തുടക്കം കുറിച്ചു. ആറളം ശലഭ സങ്കേതത്തിൽപ്പെട്ട വനമേഖലയും ആറളം ആദിവാസി പുനരധിവാസ മേഖലയും ഇടകലർന്ന് കിടക്കുന്ന പ്രദേശത്താണ് കഴിഞ്ഞ വർഷങ്ങളിൽ കാട്ടാനാക്രമണത്തിൽ ഏറ്റവും കൂടുതൽ മനുഷ്യജീവനുകൾ നഷ്ടപ്പെട്ടത്. പുനരധിവാസ മേഖലയിലെ ബ്ലോക്ക് 13 ഉൾപ്പെട്ട ഓടച്ചാൽ പ്രദേശത്താണ് സ്ഥിരമായി കാട്ടാനകൾ തമ്പടിക്കുന്നത്. കഴിഞ്ഞ വർഷം ഇവിടെ വെച്ച ആദിവാസി ദമ്പതികൾ കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. ഇവിടുത്തെ ഈറ്റക്കാടുകളാണ് ആനകളുടെ താവളം. ഈ സാഹചര്യത്തിലാണ് ഈറ്റക്കാടുകൾ പിഴുതുമാറ്റി വനത്തിനകത്ത് നട്ടുപിടിപ്പിക്കാൻ വനം വകുപ്പ് തീരുമാനിച്ചത്. വനംവകുപ്പിന്റെ വന്യമൃഗശല്യം ലഘൂകരിക്കുന്നതിന്റെ ഭാഗമായി 10 മിഷനുകളിൽ ഒന്നായ ഫുഡ് ഫോട്ടർ വാട്ടർ മിഷന്റെ ഭാഗമായിട്ട് ആറളം വൈൽഡ് ലൈഫ് ഡിവിഷനിലെ വൈൽഡ് ലൈഫ് വാർഡിന്റെ നിർദ്ദേശപ്രകാരം നമ്മൾ ഈ ഒരു ഭാഗത്തെ കാട് പിടിച്ച് കിടക്കുന്ന ഈ ഒരു ഓട കാടുകൾ നീക്കം ചെയ്ത് അത് വനത്തിലേക്ക്, നമ്മുടെ വന്യജീവി സങ്കേതത്തിലേക്ക് അത് പ്ലാൻ ചെയ്യുന്ന രീതിയിൽ വന്യമൃഗങ്ങൾക്ക്, പ്രത്യേകിച്ച് ആന പോലെയുള്ള വന്യമൃഗങ്ങൾക്ക് ഫുഡ് കിട്ടുക എന്നുള്ളൊരു ഭക്ഷണം ഒരുക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് ഈ ഒരു പ്രവൃത്തി ചെയ്യുന്നത്. വന്യജീവികൾക്ക് കാടിനകത്ത് തന്നെ ഭക്ഷണവും വെള്ളവും ഉറപ്പാക്കുന്ന പദ്ധതികൾ ജനപങ്കാളിത്തത്തോടെ നടപ്പാക്കാനാണ് വനം വകുപ്പ് ഉദ്ദേശിക്കുന്നത്. ലോക വനദിനത്തിൽ വനപാലകരും സന്നദ്ധ പ്രവർത്തകരും ചേർന്നാണ് പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. മാതൃഭൂമി ന്യൂസ്, വയനാട്.